ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് ഒരു വിഭാഗം ആളുകളെ പറ്റിയിട്ടാണ്. എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എവിടെ തുടങ്ങും, എന്ത് തുടങ്ങണം എന്നറിയില്ല. അല്ലെങ്കിൽ ചെറിയൊരു ഐഡിയ ചിലപ്പോൾ ഉണ്ടാവും, ചെറിയൊരു മേഖലയോട് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവും, പക്ഷേ എന്ത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യും, അതെങ്ങനെ ലോഞ്ച് ചെയ്യും എന്നൊന്നും അറിയാത്ത ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ഗൂഗിൾ ഒരു AI പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉപയോഗിക്കാൻ, ഫ്രീ ആണ്, ₹1 പോലും നമുക്ക് മുടക്കില്ല. അപ്പം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു സിസ്റ്റവുമായിട്ട്, ഈ ഒരു AI ബോട്ടുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാം. നമ്മളുടെ സംശയങ്ങൾ അതിനോട് ചോദിക്കുക, നമ്മളുടെ നിലവിലുള്ള ഐഡിയ അതിനോട് ചോദിക്കുക, ആ ഐഡിയനെ വിമർശിക്കാൻ പറയുക, അതിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ചർച്ച ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ജെമിനൈ എന്നാണ് ഇതിൻ്റെ പേര്, ജെമിനൈ എന്നാണ് ഗൂഗിൾ പേരിട്ടേക്കണത്. ജെമിനൈ എന്നൊക്കെ നമുക്ക് വായിക്കുക. അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് ആ ഒരു സിസ്റ്റത്തിൻ്റെ കയ്യിലുള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള മറുപടികൾ തരും. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്തോ ChatGPT ഇതേപോലെ ഇട്ടായിരുന്നു. ChatGPT ബിസിനസ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 1-2 വർഷങ്ങൾക്കൊക്കെ മുമ്പാണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ ചെന്ന് വെബ്സൈറ്റുകളെല്ലാം ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കണമായിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് ബുക്സ് വാങ്ങിച്ച് വായിക്കേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് ഇത്തരം ഡാറ്റകൾ കിട്ടുകയാണ്. മാത്രമല്ല, ഇത്തരം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഡാറ്റ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തന്നൊരു പ്ലാറ്റ്ഫോം അല്ല. അതിന് സ്വന്തം ചിന്തിക്കാനും ഉത്തരങ്ങൾ മേക്ക് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതിന് AI ബേസ്ഡ് ആണ്. അതിനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. കൃത്രിമ ബുദ്ധി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതെങ്ങനെ ഉപയോഗിക്കണം, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയും. അപ്പോൾ ജെമിനിയുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിളിൽ പോവുക, ജെമിനി AI എന്ന് അടിച്ചു കൊടുക്കുക. ജെമിനൈ എന്നാണ് ഗൂഗിൾ അതിനെ വിളിക്കുന്നത്. നമുക്ക് ജെമിനൈ എന്നൊക്കെ എന്ത് വേണമെങ്കിലും വായിക്കാം, അതിൽ വലിയ കാര്യമില്ല. ഇത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക, ജസ്റ്റ് സെർച്ച് എഞ്ചിനിൽ കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഈ ലിങ്ക് ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയാൻ നേരത്ത് ഞാനിപ്പോൾ ഓൾറെഡി ലോഗിനാണ്, അതുകൊണ്ടാണ് എൻ്റെ ലോഗിനായി കിടക്കുന്നത്. ജസ്റ്റ് നിങ്ങളുടെ ആ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക. 2 പ്രസ്സിൻ്റെ കാര്യമുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ താഴെ നമുക്കിത് കണ്ടോ, എൻ്റർ എ പ്രോംപ്റ്റ് ഹിയർ എന്ന് കൊടുത്തിട്ടില്ലേ, അവിടെ നമുക്ക് നമ്മളുടെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ കുറേ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ചോദ്യങ്ങളെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് ചോദിക്കാം. ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യം ചോദിച്ചേക്കാണ്, എനിക്ക് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന്. ചുമ്മാ ജസ്റ്റ് ഒരു സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് മറുപടി വന്നിട്ടുണ്ട്. എക്സാമ്പിളും കാര്യങ്ങളും എല്ലാം ഏത് ടോപ്പിക്കിനെ വെച്ചാണ് സെർച്ച് ചെയ്യേണ്ടത്, കാര്യങ്ങൾ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ അടുത്ത മെയിൻ ചോദ്യത്തിലേക്ക് പോവുകയാണ്. മെയിൻ ചോദ്യം വേറെ ഒന്നുമല്ല, നിങ്ങൾക്കിവിടെ കാണാവുന്ന പോലെ തന്നെ എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ആ ചോദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്യണമെന്ന് നോക്കാം. അതിൻ്റെ റെസ്പോൺസ് വന്നേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സൈറ്റിംഗ് വെഞ്ചറാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേഖല ഏതാണെന്ന് നമ്മൾ ആദ്യം ഒന്ന് വിലയിരുത്തുക. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ, കാര്യമുണ്ടോ. അത് വേറെ ഒന്നുമല്ല, ഈ ചാലഞ്ചസ് ഒക്കെ വരാൻ നേരത്ത് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് താല്പര്യമുള്ള മേഖലകൾ സെലക്ട് ചെയ്താലാണ് നമുക്ക് നടക്കുകയുള്ളൂ. പിന്നെ മാർക്കറ്റ് റിസർച്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ സെക്ഷനായിട്ട് നമ്മുടെ അടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര വിചിത്രമായിട്ടുള്ള ഐഡിയകളാണെങ്കിലും നിങ്ങളത് എഴുതി വെക്കുക, എന്നിട്ട് അതിനെ ബ്രെയിൻ സ്റ്റോം ചെയ്യാമെന്ന് പറയും. അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ആ ഐഡിയനെ വാലിഡേറ്റ് ചെയ്യണം, റിഫൈൻ ചെയ്യണം. ഇതെല്ലാം നമുക്ക് ഇതിനോട് തന്നെ വീണ്ടും ചോദിക്കുക. ഇതിനെപ്പറ്റി ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അടുത്ത ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. അടുത്ത ചോദ്യം ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റിനെ പറ്റിയിട്ട് അങ്ങോട്ട് പറയുകയാണ്. എന്താണ് മറുപടി തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ ജ്യൂസും അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്കൊക്കെ എനിക്കിഷ്ടമാണ്, ഞാനത് വീട്ടിൽ മേക്ക് ചെയ്യാറുണ്ട് എന്നൊരു ചെറിയൊരു സിഗ്നൽ കൊടുക്കുകയാണ്. എൻ്റെ ചെറിയൊരു ഇഷ്ടപ്പെട്ട ഒരു മേഖലയെ പറ്റിയിട്ടൊരു സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി വന്നേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണെന്നിട്ടുള്ള മറുപടി വന്നിട്ടുണ്ട്. ഹെൽത്തിയർ ആൾട്ടർനേറ്റീവ്, ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ പല വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ ഞാൻ ChatGPT, ഗൂഗിളിൻ്റെ ജെമിനയിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് ഞാൻ സെർച്ച് ചെയ്യണമെങ്കിൽ, എപ്പോഴും ഇത് രണ്ടും എടുത്ത് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹെൽത്തുമായിട്ട്
ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്റ്റ് ഇറക്കാൻ എപ്പോഴും സജഷൻ വന്നിട്ടുണ്ട്. ഞാനിതിനോട് പിന്നെയും ചോദിച്ചിട്ടുണ്ട്, ഞാനത് ChatGPT ആയിരുന്നു ചോദിച്ചായിരുന്നു അതിന് വല്ല ഡാറ്റ ഉണ്ടോ എന്നുള്ളത്. കാരണം ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ലോകത്ത് മൊത്തത്തിലൊരു ഹെൽത്ത് ആൻഡ് വെൽനസ്സിൻ്റെ ഒരു ട്രെൻഡിങ് നടക്കുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് അങ്ങനെ പല പേരുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ ബേസ്ഡ് ഫ്രൂട്ട്സ് ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള ഫുഡുകൾ പ്രിഫർ ചെയ്യേണ്ട, ഒരുപാട് പ്രോസസ്ഡ് അല്ലാത്ത, ഒരുപാട് പ്രോസസ്സ് ചെയ്ത കേക്കുകൾ, ഒരുപാട് പഞ്ചസാര വാരിയിട്ടിട്ടുള്ള ജാമുകൾ, സ്ക്വാഷുകൾ, അപ്പോൾ അതിനൊക്കെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇപ്പോൾ മൊത്തത്തിലുള്ളത്. പലരും ഇത് കഴിക്കണില്ല. അപ്പോൾ അതിന് ഫോക്കസ് കൊടുക്കാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിനൊക്കെ നമ്മൾ മറുപടി കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് പോകും, പക്ഷേ നമുക്ക് ഒരുപാട് നല്ല ഉത്തരങ്ങൾ കിട്ടും. കാരണം നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ എന്തായാലും അതിനെപ്പറ്റി റിസർച്ച് ചെയ്യണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ, ഇതൊന്നും നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. വേറെ അല്ലെങ്കിൽ അത്ര ആ മേഖലയിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരാളെ പോയി കണ്ട് സംസാരിക്കാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകളുണ്ടാവും. നിങ്ങൾക്ക് ഒരു പക്ഷേ ഈവൻ അവർക്ക് പേയ്മെൻ്റ് ഒന്നും കൊടുക്കാനുള്ള പല മാർക്കറ്റ് റിസർച്ചൊക്കെ നടത്തി തന്നെ കമ്പനികളുണ്ട്. പക്ഷേ അവർക്കൊന്നും പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യിക്കാനുള്ള ഇതൊന്നും നിങ്ങൾക്ക് തുടക്കത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതിലെന്തൊക്കെയാണ് പറയണമെന്നുള്ളത്. റെസിപ്പി റെക്കമെൻഡേഷൻ അതിനെ പറ്റിയിട്ട് പറയാനുണ്ട്. പിന്നെ എക്യുപ്മെൻറ്റിൻ്റെ സജഷൻ, ടിപ്സ് ആൻഡ് ട്രിക്സ്, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇനി വരാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓരോ സിഗ്നലുകൾ ഇതിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്ത ചോദ്യം അപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. വേറെ ഒന്നുമില്ല, ഞാൻ കേരളത്തിൽ നിന്നാണ്, എനിക്ക് ലോക്കലി കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമാണ് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ വീണ്ടും എൻകറേജ് ചെയ്തിട്ടുള്ള കേരളത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. സ്പെസിഫിക് ഫ്രൂട്ട്സ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട, നമ്മുടെ സ്പെസിഫിക് ഫ്രൂട്ട്സ് എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തന്നേക്കാണ്. ബനാനയിൽ ഏതൊക്കെ ക്ലാസ് ഉണ്ടെന്നുള്ളത്, നേന്ത്രൻ ബനാന, നമ്മുടെ ഏത്തപ്പഴം എന്ന് പറയും, ഏത്തക്കായ, അത് നേന്ത്രൻ വെറൈറ്റിയാണ്, അതിനെപ്പറ്റി പറയുന്നുണ്ട്. റോബസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. ഇത് റെഡ് ക്ലാസ്, അത് ഏതാണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാവും, നമുക്കറിയില്ല. മാങ്കോ അൽഫോൺസോ, ആ ഒരു ക്ലാസ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നമ്മളുടെ നാട്ടിൽ കണ്ടുവരുന്ന ഫ്രൂട്ടുകളൊക്കെയാണ് ഇത് പറയുന്നത്. നമ്മുടെ നാട്ടിലില്ലാത്ത ഫ്രൂട്ട്സിനെ പറ്റിയിട്ട് ഇവിടെ പരാമർശമില്ല. ബനാന, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, പൈനാപ്പിൾ, റംബൂട്ടാൻ, പാഷൻ ഫ്രൂട്ട്, ബ്ലാക്ക് പ്ലം, അത് ചിലപ്പോൾ എവിടെയെങ്കിലും കൾട്ടിവേഷൻ ഉണ്ടാവും, ചിലപ്പോൾ ചെറിയ രീതിയിലായിരിക്കും ഉണ്ടാവുള്ളൂ, പക്ഷേ അതിനും കൾട്ടിവേഷൻ ഉണ്ടാവും. പേരക്ക, അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ട് പറയാനുണ്ട്. പിന്നെ ഡ്രിങ്ക്സിൻ്റെ കാര്യം, അത് ഏത് ടൈപ്പിലാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ എക്യുപ്മെൻറ്റിൻ്റെ അവൈലബിലിറ്റി, ഡയറ്ററി പ്രിഫറൻസ്, അപ്പോൾ അതിനൊക്കെ പറ്റി പറയാനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കണം, ഞാൻ ഓരോ സിഗ്നലുകൾ ഇതിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കേരളത്തിൽ നിന്നാണ്, ജ്യൂസ് എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക് എനിക്ക് ഇഷ്ടമാണ്, അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അടുത്ത സിഗ്നൽ ഇങ്ങനെ കൊടുക്കും. ബനാനയെ പറ്റിയിട്ട് ഒന്ന് വിശദീകരിക്കാൻ എന്നുള്ള രീതിയിൽ, ബനാന നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണല്ലോ മാർക്കറ്റിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീസണാലിറ്റി ഒന്നും നമ്മൾ അഫക്റ്റ് ചെയ്യില്ല. ഇപ്പോൾ ഒരു സീസൺ മാങ്ങ ചിലപ്പോൾ ഒരു സീസണിൽ മാത്രമേ കിട്ടുള്ളൂ, പക്ഷേ ബനാന എപ്പോൾ കടയിൽ പോയാലും കിട്ടുന്ന സാധനം, എപ്പോൾ മാർക്കറ്റിൽ പോയാലും. അപ്പോൾ ഞാൻ അതിന് ഒരു സിഗ്നൽ അങ്ങ് കൊടുക്കണം. ബനാന എല്ലാ വർഷം മുഴുവനും നമ്മുടെ നാട്ടിലുണ്ടാവും. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അപ്പോൾ എൻ്റെ ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് എഗ്രി ചെയ്യാണ്. ശരിയാണ്, ബനാന വർഷം മുഴുവൻ കേരളത്തിൽ കിട്ടണ ഒരു സംഗതിയാണ്. ഹോം മെയ്ഡ് ജ്യൂസും സോഫ്റ്റ് ഡ്രിങ്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ പറഞ്ഞ ബനാന എന്നുള്ളത്. അപ്പോൾ ക്ലാസിക്കായിട്ടുള്ള ചില ജ്യൂസിനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ബനാന വെച്ചിട്ടുള്ള മിൽക്ക്, ഹണി എല്ലാം ചേർത്ത്, പിന്നെ റെഡ് ബനാനയും മാംഗോയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കേരള ബനാനയും പൈനാപ്പിളും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കോമ്പിനേഷനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ക്രിയേറ്റീവായിട്ടുള്ള ഓപ്ഷൻ കണ്ടില്ലേ, ക്രിയേറ്റീവായിട്ടുള്ള ഓപ്ഷനെ പറ്റി നമുക്ക് ഇത്തരം ഇത് പറഞ്ഞു തരുന്നുണ്ട്, പല പല കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അടുത്ത സിഗ്നൽ, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വായിച്ച് നോക്കാം. ഞാനിത് ഓരോന്നും ഇരുന്ന് വായിക്കുന്നില്ല, ടൈം ഒരുപാടായി പോവും. അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണ എല്ലാമെന്ന് വെച്ചാൽ ലൈവ് ജ്യൂസിനെ പറ്റിയിട്ടാണ്, ഒരു ജ്യൂസിൻ്റെ സ്റ്റോർ തുടങ്ങുന്നതിനെ പറ്റിയിട്ടാണ്. പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് അതല്ല, ജ്യൂസിൻ്റെ സ്റ്റോറല്ല, ഞാൻ ജ്യൂസിൻ്റെ ഒരു ബ്രാൻഡ് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ജസ്റ്റ് ജ്യൂസ് മേക്കിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്കൊരു ബോട്ടിൽഡ് ആയിട്ടുള്ള ഒരു പാക്കേജ്ഡ് ജ്യൂസിനെ പറ്റിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലൈവ് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അത് നമുക്ക് ആ ലൊക്കേഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
നമുക്ക് എക്സ്പാൻഡൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയം ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്ത് ഇതേപോലെ ബോട്ടിലാണെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ പറ്റും. പല ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്കൊക്കെ എനിക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ അത് അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ പറയണതാണ്. വൈഡായിട്ട് നമുക്ക് റീച്ച് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സ്കെയിലബിലിറ്റീനെ പറ്റിയിട്ട് പറയാനുണ്ട്. നമുക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് ആ ഒരു മേഖലയിൽ. ബ്രാൻഡിങ്ങിനെയും മാർക്കറ്റിങ്ങിനെയും പറ്റി പറയുന്നുണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീണ്ടും ഇതിനോട് ചോദിക്കാം, എനിക്ക് ഇന്ന പോയിന്റ് മനസ്സിലായില്ല, പോയിന്റ് നമ്പർ 3 ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ ഇമേജ് ജനറേറ്റ് ചെയ്ത് പറഞ്ഞു തരുമോ എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഞാനത് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പാർട്ണർഷിപ്പിനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തി തന്നെ, നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങളുടെ ഒരു ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറയുകയാണ്. ഇത് ജനറേറ്റ് ചെയ്യാൻ നോക്കുക. നമുക്ക് ബോട്ടിൽഡ് ആയിട്ടുള്ള പൈനാപ്പിൾ നോക്കാം. പൈനാപ്പിൾ ജ്യൂസ് നമുക്ക് പറയാം, മേക്ക് ഇറ്റ് ലുക്ക് അമേസിങ്. ഈ ബോട്ടിൽഡ് പൈനാപ്പിൾ ജ്യൂസിൻ്റെ ഇമേജ് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇത് ഗൂഗിൾ ഇമേജ് എടുത്ത് തന്നെയല്ല, നമുക്ക് വേണ്ടി ഇമേജ് ജനറേറ്റ് ചെയ്യണതാണ്. എന്തുമാത്രം ബെറ്റർ ആണെന്നുള്ള ഓപ്ഷൻ നമുക്ക് നോക്കാം. കണ്ടോ, ഇവിടെ ഇമേജ് ജനറേറ്റ് ചെയ്തേക്കാണ്. പൈനാപ്പിൾ ജ്യൂസിൻ്റെ ഇമേജ്, അതിൻ്റെ ബോട്ടിലും കാര്യങ്ങളും, അതിൽ കൊടുക്കേണ്ട സ്റ്റിക്കർ, അപ്പോൾ അതൊക്കെ ഇവിടെ വന്നേക്കണം. നിങ്ങൾക്ക് ഇതിനോട് വീണ്ടും ചോദിക്കുക. ഇനി പാക്കേജ് ഡിസൈൻ നിങ്ങൾക്ക് ഒരു ആശയമുണ്ട്, നിങ്ങളുടെ മനസ്സിലൊരു പാക്കേജിങ് ഡിസൈൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വേർഡ്സ് അറിയാം, പക്ഷെ അതെങ്ങനെ വരും, അതിനെ നമ്മളൊരു പാക്കേജാക്കി മാറ്റാൻ നേരത്തെ അതിൻ്റെ ഫൈനൽ എങ്ങനെയായിരിക്കും അതിരിക്കുക എന്നുള്ളൊരു സാമ്യത കിട്ടാനുള്ള ഇമേജുകളൊക്കെ ഇതിലേക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇന്നതാണ്. ഞാൻ ഇപ്പോൾ ഉദാഹരണം ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ജനറേറ്റ് ആൻ ഇമേജ്. ബനാന അല്ലേ, ലോങ് ഡ്രൈഡ്, ഇത് വേറൊരു പ്രൊഡക്റ്റാണ്. ചുമ്മാ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ജനറേറ്റ് ആൻ ഇമേജ് വിട്ടുപോയി. ജനറേറ്റ് ആൻ ഇമേജ് ഓഫ് എന്ത് പറ്റി, ലോങ് ഡ്രൈഡ് ബനാന. പിന്നെ ഞാൻ ബനാന ലീഫ് എന്ന് കൊടുക്കാം. ബനാന ലീഫ് ഇതെങ്ങനെ വരും നോക്കാം. നമുക്ക് ജനറേറ്റ് ചെയ്യണ്ടോയെന്ന് നമുക്ക് നോക്കാം. ജനറേറ്റ് ആൻ ഇമേജ് ഓഫ് ലോങ് ഡ്രൈഡ് ബനാന. പിന്നെ ബനാന ലീഫിൽ ഒരു വലിയ ഉണക്കിയ ബനാന ലീഫിൽ വരുമ്പോൾ അത് എങ്ങനെ ഇരിക്കും എന്നൊന്നും എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇമേജ് ഇവിടെ ജനറേറ്റ് ചെയ്തേക്കണുണ്ടോ. ബനാന ലീഫിൽ ലോങ് ആയിട്ടുള്ള ഡ്രൈഡ് ബനാനയുടെ ഫോട്ടോ അത് വന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പാക്കേജിങ് ഐഡിയകൾ, നിങ്ങളുടെ ലോഗോസ്, കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം. ഈ ഇമേജ് ജനറേറ്റ് ചെയ്തേക്കണൊക്കെ ഫ്രീ ആണ്. ഈവൻ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. അവിടെ ടോപ്പിലൊരു ആരോ മാർക്ക് ഉണ്ട്, ഡൗൺ ആരോ മാർക്ക് കണ്ടില്ലേ, അതിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. അതിന് ഒരുപാട് സാധ്യതകൾ ഇത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളിത് സ്ഥിരമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സ്ഥിരമായിട്ട് ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉദാഹരണം, നിങ്ങളുടെ ഐഡിയ ഇതാണ്, അതിനെ വിമർശിക്കാൻ പറയുക. അതെന്തെങ്കിലും നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ ഐഡിയനെ അങ്ങോട്ട് തിരിച്ചു വിമർശിക്കുക. അപ്പോൾ ഉദാഹരണം, ഹെൽത്ത് ആൻഡ് വെൽനെസ്സിൻ്റെ ട്രെൻഡ് വരുന്നു എന്നല്ലേ പറഞ്ഞത്. ഗൂഗിളിൻ്റെ AI അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ചോദിക്കുക അതിനെന്താണ് എവിഡൻസ് ഉള്ളത്, ആ എവിഡൻസൊക്കെ ഒന്ന് പറയാം. അപ്പോൾ ഒരുപാട് എവിഡൻസ്, അതിനെപ്പറ്റി നടന്ന പഠനങ്ങൾ, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഗൂഗിളിൽ കയറുക, ജെമിനൈയിൽ നിന്ന് അടിച്ചു കൊടുക്കുക, ജെമിനൈ AI നിന്ന് അടിച്ചു കൊടുക്കുക, നിങ്ങൾ ലോഗിൻ ചെയ്യുക, ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ സിമ്പിളാണ്. ഇമേജ് ജനറേറ്റ് ചെയ്യും. കണ്ടില്ലേ, ഞാൻ ചോദിച്ച ഇമേജുകൾ ജനറേറ്റ് ചെയ്തേക്കണേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ജനറേറ്റ് ആൻ ഇമേജ് ഓഫ് ഗുഡ് പാക്കേജിങ് എന്ന് എന്തെങ്കിലും കൊടുക്കാം. ഏതിൻ്റെയാണ് പാക്കേജിങ്? ദിസ് പ്രോഡക്റ്റ്. പാക്കേജിങ്ങിൻ്റെ വരുന്നുണ്ടോ നോക്കാം. ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ, ഫ്രീ ടൂളുകളാണ്.
അപ്പോൾ പാക്കേജിങ്ങിനെ പറ്റി സംശയമുള്ളവർക്ക്, എങ്ങനെ പാക്കേജ് ചെയ്യണമെന്ന് അറിയാത്തവർക്ക് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. ഇതിൻ്റെ സാധ്യതകൾ നിങ്ങൾ മനസ്സിലാക്കണം. കണ്ടോ, അപ്പോൾ ഒരു പാക്കേജിങ് ഓപ്ഷൻ നമുക്ക് കാണിച്ചു തന്നേക്കാണ്. വാഴയില ഇത് വാട്ടിയിട്ടായിരിക്കാം. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഐഡിയകളാണ് ഈ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം നമുക്ക് പരീക്ഷിക്കാവുന്നേ ഉള്ളൂ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ വല്ല 5 സ്റ്റാർ ഹോട്ടലുകളിലാണ് സപ്ലൈ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള പാക്കേജിങ് ഓപ്ഷനുകൾ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇതുണ്ടല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇതേ താഴെ ജനറേറ്റ് മോർ എന്നുള്ള ഓപ്ഷനിലേക്ക് കഴിഞ്ഞാൽ പിന്നെയും ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചിരിക്കണം. ഇത് ഇമേജ് ജനറേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലോഡിങ് ടൈം ഉണ്ട്. കണ്ടില്ലേ, ബ്രാൻഡിങ്ങിൻ്റെ ഓപ്ഷൻ ഇതൊന്ന് നമുക്ക് നോക്കാം. ചെറിയൊരു നമ്മുടെ ജീൻസിൻ്റെ എല്ലാം ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു ടാഗ് ഉണ്ടല്ലോ, പേപ്പർ ടാഗാണ് കൊടുത്തേക്കുന്നത് ബ്രാൻഡിങ്ങിന് വേണ്ടി. നിങ്ങളുടെ ബ്രാൻഡ് നെയിം കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേക രീതിയിൽ ഇല മടക്കിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഷെൽഫ് ലൈഫും കൂടി നമ്മൾ പഠിക്കണം. ആ ചോദ്യവും ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ വീഡിയോ ലെങ്തി ആയി പോകാം, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഒരു സെക്ഷനിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, എത്ര വേണമെങ്കിലും ചോദിക്കാം. ഇതിന് മടുപ്പ് വരില്ല. മനുഷ്യൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മടുപ്പ് വരും. നിങ്ങളൊരു എക്സ്പേർട്ടിൻ്റെ അടുത്താണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഒരു പക്ഷേ അവർക്ക് മടുപ്പ് വരും. ചിലപ്പോൾ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഈ ജെമിനി അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ChatGPT തന്നെ പോലത്തെ എഫക്റ്റീവായിട്ടുള്ള മറുപടികളൊന്നും അവർക്ക് തരാൻ സാധിച്ചോളണമെന്നില്ല. ആ സ്ഥാനത്താണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളെ പറ്റി ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പലരും പേയ്മെൻറ്റ് കൊടുത്തിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നടക്കാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ആ ഒരു ഇൻഡസ്ട്രീനെ പറ്റി, ആ പ്രൊഡക്റ്റിനെ പറ്റി, എങ്ങനെ ഈ പ്രൊഡക്റ്റ് കുറച്ചും കൂടി ബെറ്റർ ആക്കാം, ഇതിൻ്റെ പാക്കേജിങ്ങിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, അതിൻ്റെ ഫ്രണ്ട് പാക്കേജിങ്ങിൽ എന്തൊക്കെ എഴുതണം, എത്ര കിലോഗ്രാമാണ് ഇറക്കേണ്ടത്, ഏതൊരു ക്വാണ്ടിറ്റിയിൽ ഇറക്കിയാലാണ് ഇത് വിറ്റ് പോണത്, മാർക്കറ്റിൽ നിലവിലുള്ള കോമ്പറ്റീഷൻ ആരൊക്കെയാണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക. എവിടെയാണ് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഉള്ളത്? ചിലപ്പോൾ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ പറയും നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇറക്കണം. പക്ഷേ അപ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിക്കുക, എനിക്ക് ഇന്നോവേഷനെ പറ്റിയിട്ട് വലിയ പിടിപാടില്ല, എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ഇന്നോവേറ്റീവ് ആക്കി മാറ്റേണ്ടത്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റ വെച്ചിട്ട് ഇതിനൊന്ന് ഇന്നോവേറ്റീവ് ആയിട്ട് കാണിച്ചു തട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയകൾ തരും. പിന്നെ ചിലപ്പോൾ ലാസ്റ്റ് പറയും, നിങ്ങൾ മാർക്കറ്റ് റിസർച്ച് നടത്തിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ പാടുള്ളൂ. പക്ഷേ എൻ്റെ അടുത്ത് അതിനുള്ള ബജറ്റ് ഇല്ല. മാർക്കറ്റ് റിസർച്ച് നടത്താനോ വലിയ എക്സ്പെർട്ടുകളെ കമ്പനികളെയും ഒന്ന് ഹയർ ചെയ്യാനുള്ള കാശ് എൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അപ്പം നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളെല്ലാം, അത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഇവരുടെ. എല്ലാം 100% ശരിയെന്നല്ല ഞാൻ പറയുന്നത്, റിലയബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുക, ക്രിട്ടിക്കൽ ചോദ്യങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഐഡിയ വീണ്ടും തിരിച്ചും മറിച്ചും ഒക്കെ അനലൈസ് ചെയ്യുക, എന്നിട്ട് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വിജയിക്കുകയില്ല എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. തൽക്കാലം ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.